ഹലോ, വെൽക്കം ടു നിഷാസ് വ്ലോഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. ബാഗും സാധനങ്ങളൊക്കെ കണ്ടാൽ വിചാരിക്കും 2-3 ദിവസം ട്രിപ്പാണെന്നൊക്കെ വിചാരിക്കും അല്ലേ. പക്ഷെ അങ്ങനെയൊന്നല്ല കേട്ടോ. നമ്മളിന്ന് 1 ഡേ ട്രിപ്പാണ് പോകുന്നത്. എവിടേക്കാന്ന് വെച്ചാൽ നമ്മുടെ പാലക്കാട് തന്നെയുള്ള ഒരു അടിപൊളി വാട്ടർ അമ്യൂസ്മെൻറ്റ് പാർക്കിലോട്ടാണ് പോകുന്നത്. അതായത് ഫാൻറ്റസി പാർക്കാണ് കേട്ടോ. ഇപ്പോൾ നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ നമുക്ക് വാട്ടർ പാർക്കിലൊക്കെ പോകാനായിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. സൂപ്പറായിരിക്കും. ഇതാണ് പറ്റിയ സീസൺ. എല്ലാവരും വാട്ടർ പാർക്കിലേക്കൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ 2 വർഷം മുന്നേ വണ്ടർല പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊച്ചിയിലുള്ള വണ്ടർല പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിറയെ റൈഡ്സ് കൂടുതലാണ് കേട്ടോ അവിടെ. പിന്നെ അതുപോലെ തന്നെ തിരക്കാണെങ്കിൽ പറയാൻ പറ്റില്ല, അത്രയും തിരക്കാണ്. അപ്പോൾ നമുക്ക് എല്ലാ റൈഡിലൊന്നും കയറാനും പറ്റില്ല. ലൈൻ നിന്ന് മതിയാവും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ പാലക്കാടുള്ള ഫാൻറ്റസി പാർക്കിലേക്കാണ് നമ്മളിന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് വന്നിട്ട് മോള് ചെറുതായിരിക്കുമ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. 2 പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴല്ല, ഒരു 7-8 വർഷം മുമ്പ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടി പോവുകയാണ്. അപ്പോൾ അനിയത്തിയുടെ ഫാമിലി അവിടെ നിന്ന് എല്ലാവരും ഉണ്ട് വീട്ടിൽ നിന്ന്. പിന്നെ ഇവിടുന്ന് ചേച്ചിമാരില്ല, പിള്ളേർ മാത്രം കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടനും പിള്ളേരും എല്ലാവരും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ മെയ് 1 എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അന്നാണ് നമ്മൾ പോയിരിക്കണേ. അന്ന് പബ്ലിക് ഹോളിഡേ ആണല്ലോ. അതുകൊണ്ട് തന്നെ തിരക്കെന്ന് പറഞ്ഞാലും തീല അത്ര തിരക്കായിരുന്നു കേട്ടോ. ഫുൾ തമിഴ്നാട്ടിൽ നിന്നായിരുന്നു കൂടുതലായിട്ട് ആൾക്കാർ കേട്ടോ. കോയമ്പത്തൂർ ആ സൈഡിൽ നിന്നായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇവിടെ ഓപ്പണിംഗ് ടൈം എന്ന് വെച്ചാൽ 9:30 കേട്ടോ. 9:30. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് 9 മണിയായിട്ട് ഇറങ്ങാൻ 8:30 ഇറങ്ങാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ ഷോപ്പിലാണെങ്കിൽ പെട്ടെന്ന് കസ്റ്റമർ വന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കസ്റ്റമർ വന്നതല്ലേ, അപ്പോൾ സാധനമൊക്കെ എടുത്തു കൊടുത്ത് പിന്നെ നമ്മൾ ഇറങ്ങുമ്പോഴേക്കും 9 മണി കഴിഞ്ഞു. പിന്നെ ഇവിടെ എത്തുമ്പോൾ 9:45 ആയി. വന്ന് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അവിടെ ക്യൂ ഒക്കെ നിന്നിട്ട് ഏട്ടൻ ടിക്കറ്റൊക്കെ വാങ്ങിച്ചു. അതൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടി കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ട് ടിക്കറ്റിൻ്റെ പ്രൈസ് വന്നിട്ട് എങ്ങനെയാണെന്നറിയോ? വലിയവർക്ക് വന്നിട്ട് അഡൽറ്റിന് വന്നിട്ട് 750 രൂപ, പിന്നെ സീനിയർ സിറ്റിസൺ അവർക്ക് 550, പിന്നെ കുട്ടികൾക്ക് വന്നിട്ട് 600 രൂപ കേട്ടോ. അങ്ങനെയാണ്. എല്ലായിടത്തേക്കാളും അപേക്ഷിച്ച് ഇവിടെ ഭയങ്കര കുറവാണ് കേട്ടോ. പിന്നെ പുതിയ റൈഡ്സുകളൊക്കെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി റൈഡ്സുകളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ടൈം വന്നിട്ട് 9:30 ടു ഈവനിങ് 7 മണി വരെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു, ഇതകത്ത് കയറി. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് എന്താ പറയുക, നമ്മുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനും നമ്മുടെ ബാഗൊക്കെ എടുത്ത് വെക്കാനുമായിട്ട് എന്താ പറയുക, അവിടെ ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കോസ്റ്റ്യൂം ഷോപ്പിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ കീ വാങ്ങിക്കണം. അപ്പോൾ നമ്മളൊരു രണ്ട് എന്താ പറയുക, ഒരു ബോക്സ് പോലത്തെ സംഭവമാണ് കേട്ടോ. ഷെൽഫാണ്. അപ്പോൾ അത് 2 എണ്ണമാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. 2 കീ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ബോയ്സിന് അവർക്കും 1 എണ്ണം. അങ്ങനെ ടോട്ടൽ 3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നിൽ തന്നെ ഒരു കബോർഡ് പോലത്തെ കേട്ടോ, ഒരു ഷെൽഫ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബോക്സ് പോലെ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്നിൽ തന്നെ ഇതാണ് കേട്ടോ സംഭവം. അപ്പോൾ ഇതിൽ വന്നിട്ട് എന്താ പറയുക, 3-4 ബാഗ് വരെ വെക്കാൻ പറ്റും കേട്ടോ, ടൈറ്റായിട്ട്. അപ്പോൾ നമ്മൾ 2 എണ്ണം എടുത്തു. അങ്ങനെ നമ്മൾ ബാഗൊക്കെ ആദ്യം തന്നെ അകത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഡ്രൈ റൈഡ്സിൽ കയറാനാണ് പ്ലാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തില്ല കേട്ടോ. വാട്ടറിൽ ഇറങ്ങുമ്പോൾ നമ്മൾ വേറെ ഡ്രസ്സ് ഇടണമല്ലോ. അപ്പോൾ അതൊന്നും ചേഞ്ച് ചെയ്തില്ല. ആദ്യം പുറത്ത് പോയി ഡ്രൈ ഗെയിംസിലൊക്കെ കയറി അതിന് ശേഷം ഒന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് പിന്നെ വാട്ടറിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പോണ സമയത്തൊന്നും വർക്കിംഗ് ആയിട്ടില്ല കേട്ടോ. വെള്ളമൊന്നും ഇതാക്കിയിട്ടില്ല. ജസ്റ്റ് എല്ലാം ഡ്രൈ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു 11 മണി സമയത്തിന് ശേഷമാണ് അവർ ഓൺ ചെയ്യുക കേട്ടോ. അപ്പോൾ പുസ്, അനിയത്തി, കുറുമ്പിപ്പാറും എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബാഗൊക്കെ അവിടെ വെച്ച ശേഷം ക്ലോക്ക് റൂമിൽ വെച്ച ശേഷം വന്നു കേട്ടോ. അകത്തേക്ക് കയറി അവിടെ ഫോട്ടോ എടുക്കാനായിട്ട് കുറേ പ്ലേസുകളുണ്ട്. അവിടെ ഒരു ഡൈനോസർ അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിള്ളേർക്ക് കളിക്കാനായിട്ടും എന്താ പറയുക, കാണാനും അടിപൊളിയാണ്. പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. സൂപ്പറാണ് കേട്ടോ. പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ഒരു 7-8 വർഷം മുമ്പ് പോകുമ്പോൾ ഇങ്ങനെയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആണെങ്കിൽ നിറയെ പൂൾസ്, വേറെ ചിൽഡ്രൻസിനായിട്ട് പ്രത്യേകം സ്പെഷ്യലായിട്ടുള്ള സിമ്പിളായിട്ടുള്ള കുറച്ച് റൈഡുകളുണ്ട്. അതുപോലെ തന്നെ നമുക്കും പറ്റിയ അടിപൊളി വലിയ കുറച്ചൊക്കെ പേടിയൊക്കെ ആവുന്ന തരത്തിലുള്ള റൈഡ്സും
എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് വന്നത് ഹോണ്ടഡ് ഹൗസിലോട്ടാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് വന്നത്. അവിടെ കുറച്ച് നേരം ക്യൂ നിന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ ലൈൻ നിന്നിട്ടാണ് പോയിക്കൊണ്ടിരിക്കണേ. അതെന്ന് വെച്ചാൽ ഭയങ്കര പേടിയാവുന്ന തരത്തിലുള്ളൊരു ഹൗസാണ് കേട്ടോ. പോകുമ്പോൾ തന്നെ ഭയങ്കര ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പു എങ്ങനെയുണ്ടായിരുന്നടാ? അപ്പു എങ്ങനെയുണ്ടായിരുന്നു? ഹോണ്ടഡ് ഹൗസിൽ കയറിയതും പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് പേടി ഉണ്ടാവണ പോലത്തെ ഒരു ഇതാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഹൊററായിട്ടുള്ള ഭയങ്കര സൗണ്ട് കേട്ടോ, പേടിപ്പിക്കണ പോലെ കുറേ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മളിതാ വന്നിരിക്കുന്നത് അങ്ങനത്തെ ഒരു എന്താ പറയുക യന്ത്ര ഊഞ്ഞാലാണ് കേട്ടോ. ഇത് വന്നിട്ട് നല്ല ഹൈറ്റിൽ പോകുന്നുണ്ട്. എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കയറിയപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സെറ്റായി കേട്ടോ. എന്താണ് നല്ല അടിപൊളിയായിരുന്നു. കുറച്ച് സ്പീഡിലൊക്കെ പോകുന്നുണ്ട്. ഫസ്റ്റ് റൈഡ് തന്നെയായിരുന്നു ഇതും. കുറേ നേരം ലൈൻ നിന്നിട്ട് ഒരു 1.5-3 മണിക്കൂറൊക്കെ ലൈൻ നിന്ന ശേഷമാണ് നമുക്കിതിൽ കയറാൻ പറ്റിയത്. അങ്ങനെ നമ്മൾ ഇതിലൊക്കെ കളിച്ചു. പിന്നെ നമുക്ക് കുറേ റൈഡ്സിൽ നമ്മൾ എല്ലാത്തിലും എന്താ പറയുക കയറാൻ എക്സ്പീരിയൻസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് വന്നതായിരുന്നു. പക്ഷേ നമ്മൾ ഡ്രൈ റൈഡ്സിൽ ഇതിൽ മാത്രമേ കയറിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ വേറെ ഒന്നിലും നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല. ഇതിലെല്ലാവരും ഒരു 3-4 റൗണ്ട് എല്ലാവർക്കും ഒരുമിച്ച് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഓരോരുത്തർ 2 പേര് ഓരോ റൗണ്ടിൽ കയറി ഇവിടെ കുറേ സമയം പോയി. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് പോകാനുള്ള ഒരു ഇത് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ വാട്ടർ ഗെയിംസിലോട്ട് പോയി. അതിൽ ബോയ്സൊക്കെ അവർ വലിയ വലിയ റൈഡ്സിലൊക്കെ കയറാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ നമ്മളൊക്കെ ഒരുപാട് പേടിയൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ചെറിയ റൈഡ്സിലൊക്കെയാണ് കയറിയത്. ഇത് അനിയത്തിയും മോനും കൂടി അതാ കഴിഞ്ഞു വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരുടെ കഴിഞ്ഞു. അങ്ങനെ ഇതാ പിള്ളേരൊക്കെ കയറുന്നുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും എല്ലാവരും ഒന്ന് ഇവിടെ വന്നാൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മളിത് അവിടെയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളൊന്ന് കറങ്ങാൻ എന്തൊക്കെയുണ്ട് റൈഡ്സ് എന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഈ ലൈൻ നിൽക്കണ പരിപാടി ക്യൂ നിൽക്കണതൊക്കെ കണ്ടപ്പോൾ തന്നെ ഇതിലൊന്നും കയറാൻ പറ്റില്ല എന്ന് തന്നെ നമുക്ക് ഇതായിട്ടോ. എന്താണെന്ന് വെച്ചാൽ അത്ര തിരക്കായിരുന്നു അവിടെ. ഭയങ്കര നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്ക് കിട്ടും. നമ്മളിനി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ലീവ് ദിവസമൊക്കെ പ്ലാൻ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഇതിലൊന്നും കയറിയില്ല കേട്ടോ. ഈ ഊഞ്ഞാലൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷേ ഇതിലൊന്നും നമുക്ക് കയറാൻ പറ്റിയില്ല. അവിടുത്തെ ലൈൻ കണ്ടപ്പോൾ തന്നെ ഇവർക്ക് മെയിനായിട്ട് വാട്ടറിൽ ഇറങ്ങണം പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ നിന്നാൽ അതിൽ സമയം കിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഇതാ പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു ചെറിയ പാർക്കും ഉണ്ട്. അപ്പോൾ അവിടെ അപ്പൂസും കുറുമ്പിപ്പാറും എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അവരിനെ അവിടെ എത്തിയിട്ട് നമ്മൾ വെള്ളത്തിലിറങ്ങാനായിട്ട് ഡ്രസ്സൊക്കെ മാറ്റാനായിട്ട് പോയിട്ടോ. അങ്ങനെ നമ്മൾ വാട്ടറിൽ ഇറങ്ങാനായിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ ജീൻസൊക്കെ ഇട്ട് വന്നതല്ലേ, അത് ഇട്ടിട്ട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല. അത് നനഞ്ഞാൽ പിന്നെ ആകെ ഭയങ്കര വെയിറ്റായിട്ട് നമുക്ക് നടക്കാനും പറ്റില്ല. പിന്നെ റൈഡുകളിലൊക്കെ നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ വരണ്ടേ, അതിനായിട്ട് നൈലോൻ്റെ ഡ്രസ്സാണ് കേട്ടോ അവർ യൂസ് ചെയ്യാൻ പറയണേ. പക്ഷെ ഇവിടെ അത്രയ്ക്ക് എന്താ പറയുക സ്ട്രിക്റ്റ് അല്ല. വണ്ടർലയിലൊക്കെ നൈലോൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ പറഞ്ഞു എന്ത് വേണമെങ്കിൽ ഇടാന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്കതിൽ സ്മൂത്തായിട്ട്
റൈഡിലൊക്കെ കയറണം എന്ന് വെച്ചാൽ നൈലോൺ ഡ്രസ്സ് യൂസ് ചെയ്യണം നല്ലത്. അപ്പം നമ്മളെല്ലാവരും ബ്ലാക്കാണ് കേട്ടോ എടുത്തിരിക്കണേ. അപ്പം എല്ലാവരും ബ്ലാക്ക് ടീഷർട്ടും പാൻറ്റും ഒക്കെയാണ് എല്ലാവരും ഒരുപോലെ കോസ്റ്റ്യൂം ഇടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ എന്താ പറയുക ചിൽഡ്രൻസ് പൂളൊക്കെ ഓപ്പൺ ആയി, എല്ലാവരും ഇതാ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിതാ വന്ന് ഡ്രസ്സൊക്കെ മാറ്റാനായിട്ട് വന്നിട്ട് ഒരു 11:30-12 മണി സമയത്താണ് കേട്ടോ വന്നത്. അപ്പോൾ ഇതെല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. സാന്ദ്ര ബ്ലാക്ക് അല്ല കേട്ടോ, സാന്ദ്രയ്ക്ക് ബ്ലാക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൾ ഇട്ടില്ല. അപ്പോൾ ഞാനും അനിയത്തിയും കൂടി ഇതാ ഈ ഒരു വലിയ റൈഡിൽ കയറിയിട്ടോ. ഭയങ്കര പേടിയായിരുന്നു. ഭയങ്കര ഹൈറ്റിൽ ഇങ്ങനെ താഴോട്ട് വന്നിട്ട് അങ്ങനെ എന്താ പറയുക മേലേക്കും പോവും താഴേക്കും വരും, അങ്ങനെ ഒരു സംഭവം ഇട്ടോ. ഭയങ്കര പേടിയായിരുന്നു. ഭയങ്കര സൗണ്ട് നിലവിളിച്ച് കണ്ണടച്ചിട്ടാണ് കയറിയത് കേട്ടോ. എന്നാലും രണ്ടുപേർക്കും ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. എന്നാലും വേണ്ടില്ല, ഏറ്റവും വലിയ ഒരു റൈഡിലെങ്കിലും കയറണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അതിൽ കയറി കേട്ടോ. പിന്നെ 4 പേരായിട്ട് വരുന്നൊരു ട്യൂബ് ഉണ്ടായിരുന്നു, അതിൽ ഞങ്ങൾ 4 പേരും കൂടി കയറി. എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സമയം പറഞ്ഞാൽ തിരക്കായതുകൊണ്ടാണ് നമുക്ക് എല്ലാത്തിനും കയറാൻ പറ്റാണ്ടിരുന്നത് കേട്ടോ. ലൈനിൽ നിന്ന് വരുമ്പോഴേക്കും മടിയായിട്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇത് വന്നിട്ട് റെയിൻ ഡാൻസ് കേട്ടോ. നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഡാൻസ് കളിക്കാൻ പറ്റിയ അടിപൊളി പാട്ടുകളൊക്കെ വെച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ അവിടെ നിന്ന് നന്നായിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യട്ടെ. അപ്പോൾ നമ്മളെല്ലാവരും കളിക്കുന്നുണ്ട്. കുറുമ്പിപ്പാറ ഇവിടെയാണ് കേട്ടോ, ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെയാണ്. ഇവിടെ വന്നിട്ട് ഒരേ ഡാൻസ് ആയിരുന്നു കേട്ടോ. ആള് ഇവിടുന്ന് വിളിച്ചാൽ വരുന്നേ ഇല്ല കേട്ടോ. ഫുഡ് കഴിക്കാൻ വിളിച്ചാലും ഒന്നിനും വരുന്നില്ല, ഇവിടുന്ന് വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ വെള്ളത്തിൽ കളിക്കുക പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലോ. അപ്പം ഇതും കണ്ടതോടുകൂടി അവൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ആരെയും നോക്കണില്ല, അവൾ ഒറ്റയ്ക്ക് തന്നെ പോയി അവിടെ ഇവിടെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കളിച്ച് അടിപൊളി രസമായിരുന്നു കേട്ടോ. ഡാൻസൊക്കെ കളിച്ചു. എല്ലാവരും കളിക്കുന്നുണ്ട്, നല്ല തിരക്കും, എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാമെന്ന് കേട്ടോ. സൂപ്പറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളത്തിൽ കുറേ നേരം കളിച്ച് വരുമ്പോഴേക്കും ഭയങ്കര വിശപ്പായിട്ടോ. നമ്മൾ വെള്ളത്തിലൊക്കെ അങ്ങനെ ഇതുപോലെ കളിച്ച് ഇതായി വരുമ്പോഴേക്കും ഭയങ്കര വിശപ്പ് കൂടും കേട്ടോ. അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ പോയി. അവിടെയാണെങ്കിലോ ഭയങ്കര തിരക്ക്, എല്ലാവിടെയും തിരക്കായിരുന്നു കേട്ടോ. അന്ന് ഫുഡ് കിട്ടാൻ തന്നെ ഒരുപാട് ലേറ്റായിട്ട്. പിന്നെ നമ്മൾ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും 1 മണിക്കൂർ ആവുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ചോറാണ് കേട്ടോ കഴിച്ചത്. എല്ലാവരും ഒരുമിച്ചൊന്നും കഴിച്ചില്ല. അമ്മ അവരൊക്കെ ഫസ്റ്റ് പോയി കഴിച്ചു. പിന്നെ ഞാനും സിസ്സും ഒറ്റയ്ക്കായിരുന്നു. പിന്നെ പിള്ളേർ അവരെല്ലാവരും വേറെ കേട്ടോ. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് എല്ലാവരുടെയും പോകാനൊന്നും പറ്റിയില്ല. പിന്നെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഒക്കെ നനഞ്ഞിരിക്കുകയല്ലോ. എല്ലാവരും വെള്ളത്തിലിറങ്ങിയതുകൊണ്ട് തന്നെ ഫോൺ പിടിക്കാനും എല്ലാത്തിനും ബുദ്ധിമുട്ടായതുകൊണ്ട് ബാഗിൽ വെച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇടയിൽ കയറിയിട്ട് അങ്ങനെയൊക്കെയാണ് കുറച്ച് നേരമൊക്കെ വീഡിയോസൊക്കെ എടുത്തത് കേട്ടോ. അങ്ങനെ നമ്മളിതാ എല്ലാ റൈഡിലും കയറിയെന്നൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് റൈഡ്സിലൊക്കെ കയറി. പിന്നെ വേവ് പൂൾ ഉണ്ടായിരുന്നു കേട്ടോ, അത് പിന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഒരുമിച്ച് എൻജോയ് ചെയ്തു, സൂപ്പറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അലകളൊക്കെ വന്നിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് വൈകുന്നേരം നമ്മൾ 7 മണിക്ക് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ലാസ്റ്റ് 4-5 മണി ആകുമ്പോഴേക്കും എല്ലാവരും ടയേർഡായിട്ടോ. കളിച്ച് വെള്ളത്തിലൊക്കെ കളിച്ച് ആർക്കും വയ്യ തീരെ. അപ്പം എന്തായാലും പോവാമെന്ന് വിചാരിച്ച് നമ്മളിതാ റെഡിയായി. പിന്നെ കുറേ പേര് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഭയങ്കര ടയേർഡും ക്ഷീണമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു 6 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ. അവിടുത്തെ വെള്ളത്തിലൊക്കെ നമ്മൾ തലയൊക്കെ നനയില്ല, അപ്പോൾ ആ തലയൊക്കെ ആകെ പിശാന്ന് എന്തൊക്കെയോ പോലെയൊക്കെ ഉണ്ടായിരുന്നു. ക്ലോറിൻ വെള്ളം അതൊക്കെ ആയതുകൊണ്ട് തന്നെ ഏതായാലും ഒരു ദിവസത്തെ കാര്യമല്ലേ പറഞ്ഞിട്ട് നമ്മൾ അടിച്ച് പൊളിച്ചു കേട്ടോ. പിന്നെ അതാ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി. കുറുമ്പിപ്പാറാണ് കേട്ടോ, ഭയങ്കര ടയേർഡായി. പാവം നല്ല ഉറക്കം വന്നു കേട്ടോ. ഒരേ കളിയായിരുന്നില്ലേ വെള്ളത്തിൽ, ഇതാ കണ്ടില്ലേ, അങ്ങനെ തളർന്ന് ഉറങ്ങണം കേട്ടോ. കുറുമ്പി ഇത്ര നേരം നിർത്താണ്ട് കളിയായിരുന്നു. വെള്ളത്തിൽ കയറിയ തൊട്ട് ഒരേ ചാട്ടമായിരുന്നു കേട്ടോ, ഒരു റെസ്റ്റും ഇല്ലാണ്ട്. അങ്ങനെ ഇതാ നമ്മളെല്ലാം കഴിഞ്ഞു, കളിയൊക്കെ കഴിഞ്ഞു. ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ടാണ്, എവിടെയും കയറുന്നില്ല കേട്ടോ. ഇടയിൽ ചായ പിടിക്കാൻ നമ്മൾ ഇറങ്ങി, പിന്നെ അങ്ങനെ നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ, ഫാൻറ്റസി പാർക്ക് വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.